മുസ്ലിമീങ്ങളിൽ പല കക്ഷികളും രൂപപ്പെട്ടപ്പോഴാണ് സലഫുകളായ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ച് വിശദീകരിച്ചത്. ഈ 3 ഇനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ചത്, അവനാണ് ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസം. അത് ലോകത്ത് മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ ആജന്മ ശത്രുവായിരുന്ന അബൂജഹൽ പോലും ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് തീർത്തു പറയും. നിങ്ങളെ പടച്ചത് ആരാണ്? അള്ളാഹുവാണ്. മഴ വർഷിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നത് ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. നബിയെ ചോദിക്കുക, ഈ ഭൂമിയും അവയിലുള്ളവരും ആർക്കുള്ളതാണ്? അറിയുന്നവനാണെങ്കിൽ നിങ്ങൾ പറയൂ. സയഖൂലൂന ലില്ലാഹി ഖുൽ അഫലാ തദക്കറൂൻ. അവർ പറയും അള്ളാഹുവിനുള്ളതാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. മഹത്തായ സിംഹാസനത്തിന്റെയും 7 ആകാശങ്ങളുടെയും രക്ഷിതാവാരാണ്? സയഖൂലൂന ലില്ലാഹി ഖുൽ അഫലാ തത്തഖൂൻ. അല്ലാഹുവാണെന്ന് അവർ പറയും. അല്ലാഹുവിനുള്ളതാണ് 7 ആകാശങ്ങളും അതുപോലെ തന്നെ മഹത്തായ സിംഹാസനവും. നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ. എല്ലാത്തിന്റെയും പരമാധികാരന്മാരുടെ കയ്യിലാണെന്ന് ചോദിക്കൂ നബിയേ. വഹുവ യുജീറു വലാ യുജാറു അലൈഹി. അവൻ അഭയം നൽകുന്നു, അവനെതിരിൽ അഭയം നൽകപ്പെടുന്നതുമല്ല. അങ്ങനെയുള്ളവൻ ആരാണ്? ഇൻ കുൻതും തഅലമൂൻ. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പറയൂ. സയഖൂലൂന ലില്ലാഹ്. അല്ലാഹുവിനാണ് എന്നവർ പറയും. ഫഅന്നാ തുസഹറൂൻ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മായാവലയത്തിൽ അകപ്പെടുന്നത്? അപ്പൊ മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ഈ ഭൂമിയുള്ളവർ അള്ളാഹുവിനുള്ളതാണ്, ഈ 7 ആകാശങ്ങളും അള്ളാഹുവിനുള്ളതാണ്, മഹത്തായ സിംഹാസനം അള്ളാഹുവിനുള്ളതാണ്, അവന്റെ കയ്യിലാണ് സർവ്വതിന്റെയും പരമാധികാരം, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും അവനാണ് എന്നൊക്കെ അവർ അംഗീകരിക്കും. പിന്നെ എങ്ങനെ അവർ മുശ്രിക്കായത്? ഇബാദത്തിൽ അവർ പങ്കുചേർത്തു. അല്ലാതെ അള്ളാഹിനെ പോലെ വേറെ സിട്ടാവുണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്ന 2 പടച്ചോനുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാണ്. എന്നിട്ട് മുമ്പിലിരിക്കുന്ന ആളുകളോട് ചോദിക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മൾ ആരെങ്കിലും അള്ളാഹു പുറമെ വേറെ അള്ളയും കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എന്നാ നമ്മൾ രക്ഷപ്പെട്ട്, നമ്മൾ ശിർക്കില്ല. കണ്ടോ, അബൂജഹൽ വിശ്വസിച്ചത് അങ്ങനെ 2 പടച്ചോണ്ടെന്ന് വിശ്വസിക്കേണ്ടതില്ല. പടച്ചോൻ ഒന്നല്ലേ ഉള്ളൂ. അവനാണ് സിട്ടാവ്, അവനാണ് സംരക്ഷകൻ, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാ മരിപ്പിക്കുന്നത്, അവനാ ഭക്ഷണം തരുന്ന ഒക്കെ വിശ്വസിച്ചു. പക്ഷേ ഇബാദത്ത് അല്ലല്ലാത്തവർക്ക്, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക, അല്ലല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്യാം. ഇങ്ങനെയുള്ള ശിർക്ക് ചെയ്താൽ ഈ പറഞ്ഞ വിശ്വാസം ഒന്നും അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മക്ക മുശ്രിക്കുകളെ കുറിച്ച് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടാണ്. അബൂജഹൽ നമ്മളെ പോലത്തെ മുഅ്മിനാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിൽ പല ആളുകളും, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ വലിയ വിഭാഗം ആളുകളും ഇന്ന് മനസ്സിലാക്കിയ തൗഹീദും അത്ര തന്നെയുള്ളൂ. അല്ലാഹു വാഹിദും ഫീ ദാത്തിഹി ലാ ഖസീമ ലഹു. അല്ലാഹു അവന്റെ ദാത്തിൽ ഒറ്റേകനാണ്. അതുപോലെ തന്നെ വാഹിദും ഫീ സിഫാത്തിഹി, അവന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണ്. വാഹിദും ഫീ അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്. അപ്പൊ ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അത് മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് ഒരാളെ തൗഹീദ് പൂർത്തിയാകുമോ? അതിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തികളിലുള്ള തൗഹീദാണ്, തൗഹീദുൽ അഫ്ആലാണ് അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇബാദത്തിന്റെ അംശങ്ങൾ അല്ലല്ലാത്തവർക്ക് നൽകുകയും ചെയ്യുമ്പോൾ നമ്മളത് സൂചിപ്പിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കളോ ഔലിയാക്കളോ ലോകത്തെ നിയന്ത്രിക്കുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർ പടച്ചവന്മാരാണെന്ന് വിശ്വസിക്കുന്നില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത് എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്നെ മതിയല്ല, അതെന്നെ അബൂജഹലും വിശ്വസിച്ചത്. അബൂജഹലിന്റെ തൽബിയത്ത് അതാണ്, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താ? ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ് പടച്ചവനെ. മക്ക മുശ്രിക്കിന്റെ തൽബിയത്താ. തംലിക്കു, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു, നിന്റെ ഉടമസ്ഥതയിലും കീഴിലുമുള്ളവനാണവൻ. വമാ മലക്ക, പങ്കുകാരന്റെ അധീനത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ ഉടമസ്ഥനും അധികാരിയും നീയാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന, അള്ളാഹുവിന്റെ കീഴിലും അധീനത്തിലുമുള്ള പങ്കുകാരി തന്നെയാണ് ആര് വിശ്വസിച്ചത്? മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്.
നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഖുറാഫികളോടൊക്കെ തർക്കിക്കുമ്പോ ഓലാദ്യം പറയാണ് മൊയ്തീൻ ശൈഖ് ലോകത്തെ സൃഷ്ടിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മമ്പർത്ത തങ്ങൾ പടച്ചോനാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല, ബദരീങ്ങളാണ് മഴ പെയ്യിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ. അതൊന്നും വിശ്വസിക്കണമെന്നില്ല, അതൊക്കെ അള്ളയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ശുദ്ധ ശിർക്കിൽ ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും. അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുക, അല്ലല്ലാത്തോർക്ക് ഇബാദത്ത് എടുക്കുക. ഇലാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അതിന് ഖാലിഖെന്നോ റാസിഖെന്നോ റബ്ബെന്നൊന്നും അർത്ഥമല്ല, അതെല്ലാം അതിൽ പെടുമെന്നല്ലാതെ. ഖാലിഖായവനും റാസിഖായവനും റബ്ബായവനുമാണ് യഥാർത്ഥത്തിൽ ഇലാഹാവേണ്ടത് എന്നല്ലാതെ. ഇലാഹ് എന്ന വാക്കിനർത്ഥം മഅബൂദ് എന്നാണ്. അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ, ആരാധിക്കാൻ തരപ്പെട്ടവൻ, യോജിച്ചവൻ എന്നാണ്. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നതിലാണ് പല ആളുകൾക്കും വാസ്തവത്തിൽ തെറ്റുപറ്റിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മനുഷ്യ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ആദ്യമായി തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടായത്? നൂഹ് നബി അലൈഹിസ്സലാമും ആദം നബിയും തമ്മിൽ ആദ്യമായി ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന പ്രവാചകൻ ആരാ? ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാമാണ്. ആദം നബി ആദിമ മനുഷ്യനാണല്ലോ. അദ്ദേഹത്തിന്റെ മക്കളായി വന്നിട്ട് 10 തലമുറകൾ പിന്നിടുമ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്തുണ്ട്, കാന ബൈന ആദം വ നൂഹിൻ 10 ഖുറൂൻ, ആദമിനും നൂഹിനും ഇടയിൽ 10 തലമുറയുണ്ടായിരുന്നു. കുല്ലുഹും അലൽ ഇസ്ലാം, എല്ലാവരും ഇസ്ലാമിൽ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ 10ാമത്തെ തലമുറ എത്തിയപ്പോഴേക്കും എന്തായി? കുറേശ്ശെ ആയിട്ടുള്ള വ്യതിചലനം പൂർത്തിയായി. അവർ അവിടെ മരണപ്പെട്ടു പോയ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ 5 മഹാന്മാരുടെ ബിംബം ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. എന്നിട്ട് നൂഹ് നബി വന്നിട്ട് ആദം നബി പണ്ട് പഠിപ്പിച്ച, ഇവരെ ഉപ്പാപ്പ പഠിപ്പിച്ച തൗഹീദ് പറഞ്ഞപ്പോ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞപ്പോ, മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങൾ ആദ്യകാല പിതാക്കന്മാരിൽ, പൂർവ്വ പിതാക്കളിൽ ഇങ്ങനെ ഒരു വാദം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്നാണ് ആര് പറഞ്ഞത്? നൂഹ് നബിയുടെ സംബോധിത സമൂഹം പറഞ്ഞത്. അപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾ ഉപ്പാപ്പമാരായിട്ട് ഞങ്ങൾ ഈ പാരമ്പര്യത്തിലാണുള്ളത്. ഈ പാരമ്പര്യത്തെ തകർക്കാനായി ഇവൻ വന്നിരിക്കുന്നത് എന്ന വാദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവര് പറയാണ്, വാസ്തവത്തിൽ ആദം നബിയുടെ മക്കളായി വന്ന കൂട്ടരായി പറയുന്നത് അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന ഈ പുത്തൻവാദം ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത് ഞങ്ങളെ വാപ്പകാരണവന്മാരായിട്ട് കേൾക്കാത്തൊരു പുത്തൻവാദാണ്. മാത്രല്ല അവർ യോഗം ചേർന്നിട്ട് തീരുമാനം എടുക്കുന്ന എന്താ? വഖാലൂലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅ വലാ യഗൂത വയഊക വനസ്റാ, നിങ്ങൾ വദ്ദുപ്പാപ്പാൻ ഒഴിവാക്കണ്ട, സുവാഉപ്പാപ്പാൻ ഒഴിവാക്കണ്ട, യഗൂതുപ്പാപ്പാനി യഊസുപ്പാപ്പാനി നസ്റിനി ഒന്നും ഒഴിവാക്കണ്ട, ആ ഉപ്പാപ്പമാരൊന്നും കൈവിടണ്ട. നമ്മളെ വയല് കേട്ടാല് അല്ലേ ഖുറാഫികൾ അങ്ങനെ പറഞ്ഞു കൊടുക്ക അല്ലേ? നിങ്ങൾ ബദരീങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ഉഹദീങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ മമ്പരത്തെ തങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ കമ്മു സൂഫിനെ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ തയ്യോട്ട് ഇറപ്പാപ്പാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ബീരാന ഉലിയ ഇവിടെ ഉണ്ട് കേട്ടോ, വഹാബികളെ വയല് കേട്ട് കുടുങ്ങണ്ട കേട്ടോ എന്നാ സാധാരണക്കാരോട് പറഞ്ഞു. അതേ വാക്ക് പണ്ട് ആര് പറഞ്ഞിട്ടുണ്ട്? നൂഹ് നബിയുടെ ആളുകൾ പറഞ്ഞത് സൂറത്ത് നോഹിൽ ഉദ്ധരിക്കുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിന്റെ തഫ്സീറിന് വലിയ പ്രാമുഖ്യമാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ളത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ അണച്ചു നിർത്തി പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, ഈ കുട്ടിക്ക് നീ ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിക്കണേ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഹാദിഹി അസ്മാഉ റിജാലുൻ സാലിഹീന ഫീ ഖൗമി നൂഹ്, ഈ വദ്, സുവാ, യഗൂസ് എന്നതൊക്കെ സാലിഹീങ്ങളായ ചില മനുഷ്യന്മാർ നൂഹ് നബിയുടെ സമുദായത്തിൽ കഴിഞ്ഞുപോയ സാലിഹീങ്ങളെ പേരാണ്. ഫലമ്മാ ഹലകു ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ഇവർ മരിച്ചപ്പോൾ, കാലഗതി അടഞ്ഞപ്പോൾ പിശാച് അവരെ ജനങ്ങൾക്ക് രഹസ്യ സന്ദേശം നൽകി. അനിൽസിബു ഇലാ മജാലിസി മുല്ലത്തി കാന യജ്ലിസുന ഫീ അൻസാബ, ആ മഹാന്മാർ ഇരുന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ അവരുടെ പ്രതിഷ്ഠകൾ വെക്കുവീൻ, ബിംബങ്ങൾ വെക്കുവീൻ എന്ന്. വസമ്മൂഹാ ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ തന്നെ ആ ബിംബങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുവീൻ. ഫഫഅലു, അപ്പോൾ അവർ അങ്ങനെ ചെയ്തു. ഫലം തുഅബദ്, അപ്പോൾ അത് ആരാധിക്കപ്പെട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, പക്ഷേ ബിംബം വെച്ചവർ മരിച്ചു പോയപ്പോൾ വനസിയൽ ഇൽമു ഉബിദത്, ആ വിജ്ഞാനം മറന്നുപോയി, അത് ആരാധിക്കപ്പെട്ടു. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്, ഒന്നിലധികം മുൻഗാമികളായ പണ്ഡിതന്മാർ ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. ലമ്മാ മാതു അഖഫു അലാ ഖുബൂരിഹിം, എങ്ങനെയാണ് ബിംബം ഉണ്ടാക്കൽ എത്തിയത്? ആദ്യം ഈ ഉപ്പാപ്പമാരിയും ഈ കാരണവന്മാർ മരിച്ച അവരെ ഖബറിങ്ങ പോയി ജനങ്ങൾ ഇങ്ങനെ ഭജനം ഇരിക്കാൻ തുടങ്ങി. സുമ്മ സവ്വറു തമാതീലഹും, പിന്നെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. സുമ്മ ത്വാല അലൈഹിമുൽ അമദ്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ ആരാധിക്കാൻ തുടങ്ങി.
നോക്കണം നിങ്ങൾ, മരിച്ചോലെ ഖബറിങ്ങ പോയിട്ട് ഇങ്ങനെ ഭജന ഇരിക്കാൻ